ലിയനാർഡോ ഡിക്കാപ്രിയോ കേറ്റ് വിൻസ്ലെറ്റിനെ വരയ്ക്കുന്ന പോലെ ഉണ്ട്. ഞാൻ നിക്കണോ അതുപോലെ കിടക്കണോ ഞാൻ തുണിയില്ലാതെ? Hi guys, good morning and welcome to our new vlog. നമ്മൾ ഇന്ന് ഇലാൻ is one of the best family destinations maybe all around the world എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് ഫസ്റ്റ് പോകുന്നത്. എല്ലാവരും വിചാരിക്കും ബോറിംഗ് ആണ്, കാരണം എന്താ, ഒരു ഫാക്ടറി വിസിറ്റ് ആണ്. എന്ത് ഫാക്ടറി ആണെന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയക്ക് ഒരു കിടുന്ന സാധനം വാങ്ങിത്തരാം. 3 ഗസസ്. വേഗം വേഗം വേഗം, സമയമില്ല, വേഗം പറ. അല്ല അല്ല അല്ല, കാണിച്ചു തരാം. ആരും ഗസ് ചെയ്യില്ല ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മളൊരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മള് ഏറ്റവും വളരെ പണ്ട് തൊട്ടേ നമ്മൾ കഴിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്, മിക്കവരും കഴിച്ചു കാണും, ഈ ഒമേഗ 3 ക്യാപ്സൂൾസ്. പണ്ട് കോഡ് ലിവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ടാബ്ലറ്റ്, അതിന്റെ ഒരു കിഡിലൻ വേർഷൻ ആണ്. ഞാൻ ഹീലിന്റെ ഇത് നമ്മൾ റഷ്യ പോയപ്പോൾ തൊട്ട് കഴിക്കുന്നതാണ്. ഇതും സ്പൈറലീനെയും ഇതുവരെ ഞങ്ങൾ മുടക്കിയിട്ടില്ല. സോ നിങ്ങൾക്ക് ധൈര്യത്തോടെ കഴിക്കാം. ഇത് ഒമേഗ 3 ഉള്ളത് ഇപിയും DHയും ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ഇതിന്റെ യൂസേജ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് യു ക്യാൻ ജസ്റ്റ് ഹാവ് 2 ക്യാപ്സ്യൂൾസ് ആൻഡ് ഒരു ബോട്ടിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ലാസ്റ്റ് ചെയ്യും. ഒമേഗ 3യുടെ ഗുണം നമ്മുടെ സ്കിൻ തൊട്ട് ഹാർട്ട് തൊട്ട് ബ്രെയിൻ തൊട്ട് എല്ലാത്തിനും ബെനിഫിറ്റ് ആണ്. സോ ഹൈലി റെക്കമെൻഡഡ് ആണ്. നമ്മുടെ ഡയറ്റിന്റെ കൂടെ മാത്രം, അതിനാണ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. ഡയറ്റിന്റെ കൂടെ ഒമേഗ 3 ഡെയിലി കഴിക്കുക. രാവിലെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എല്ലാ ദിവസവും വേദന ഇതാ പരിപാടി. അവർക്ക് എന്തെങ്കിലും എളുപ്പമല്ല, ഡെയിലി കുറെ പൈസ കിട്ടും. സൂപ്പർ അല്ലേ? വേദന രാവിലെ വേണമെങ്കിൽ കളിക്കാൻ പോവാം. എല്ലാം കൊണ്ടും ഒരു ഫാമിലി ഡെസ്റ്റിനേഷൻ. ഇവിടെ നമ്മുടെ കാർ പാർക്കിംഗ് ഇല്ല കേട്ടോ. സോ അവര് ഹോട്ടലിന്റെ വണ്ടിയിൽ ഒരു 1 കിലോമീറ്റർ മാറ്റി നമ്മളെ കാർ പാർക്കിങ്ങിൽ കൊണ്ടാക്കും. ഭയങ്കര സർവീസ് ആണ് ഹോട്ടലിൽ മൊത്തം. കണ്ട ഇലാനിൽ ഫുൾ ഇതുപോലത്തെ ഹൈ റൈസസ്. ഈ കുറച്ച് ഏരിയയിൽ കേട്ടോ, ടൗണിൽ റിസോർട്ട്സ് ഹോട്ടൽസ് ആണ്. എല്ലാവരും ഹോട്ട് സ്പ്രിങ്സിനാണ് വന്നിരിക്കുന്നത്. അല്ലേ? മനസ്സിലായില്ല പ്രിയ? എന്റെ ഷേപ്പ് കണ്ടിട്ട് മനസ്സിലായില്ല? കറക്റ്റ്. എന്തൊരു ബുദ്ധിയാ, അമ്മയ്ക്ക് പോലും ഇത്രയും ബുദ്ധിയില്ല. എവിടെയും ഇതുവരെ ഒരു വ്ളോഗ് കണ്ടു കാണില്ല. അങ്ങനത്തെ സാധനം തപ്പിപ്പിടിച്ചാണ് നിൽക്കുന്നിടത്ത് കൊണ്ടുവരാൻ പോകുന്നത്. പ്ലസ് നമ്മുടെ വേദുവിന്റെ വെക്കേഷൻ അല്ല, ഇനി അവന് ഇഷ്ടമുള്ള കാര്യം കൂടെ ചെയ്യണം. പണ്ടത്തെ പോലെ ഫുൾ ടൈം ഫാമിലിരുത്തി നമ്മുടെ സൗകര്യത്തിൽ കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. അതെ, ഓറഞ്ച് ഡ്രസ്സും പച്ച കൊടയും. ആ ഡ്രസ്സിന്റെ ഭംഗി വൈകുന്നേരം കാണിക്ക്, ഇത് കാണുന്നില്ല. അപ്പൊ ഇത് ക്രയോൺ ഫാക്ടറി ആണ്. കുട്ടികളുടെ ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലി ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വേണം. ഇതിനും കാട്ടി ഒരു ഫൺ സാധനം എന്തായിരിക്കും? ക്രയോൺ ഫാക്ടറി. ഒരിക്കലും ഇമാജിൻ ചെയ്തില്ലല്ലോ. അതും ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്ത് ഇവിടെ ഉണ്ടോരണം. ക്രയോൺ ഫാക്ടറി ഫൺ പ്ലേസ് ആണ്. പ്രിയ ഇവിടെ നമുക്ക് 4 ആക്ടിവിറ്റീസ് ഉണ്ട്. 4 ആക്ടിവിറ്റീസും കൂടെ ഒരാൾക്ക് 600 rupees ആണ്. അതിൽ ക്രയോൺ മേക്കിംഗ്, ബോഡി പെയിന്റിങ് എല്ലാം കൂടെ ഉണ്ട്. എല്ലാം ചെയ്തോണം. അമ്മയും മോനും എനിക്കും ഉണ്ട്. എന്തായാലും ചെയ്തേ പറ്റൂ. എല്ലാം പറഞ്ഞുതരാം. ഇത് ഭയങ്കര രസമായിട്ടുള്ള സ്ലൈഡാ. ഇത് അങ്ങ് മേളിന്ന് വരും, ബെഡിൽ കെട്ടിയിട്ടാ വരുന്നത്. ചെയ്യോ? സ്ലൈഡും ചെയ്യില്ല. അതന്നെ, ഇല്ലാത്ത ഒരു അസുഖം ഇല്ലല്ലോ. സഫക്കേഷൻ ഉണ്ട്, ക്ലോസ്ട്രോഫോബിയ ഉണ്ട്, വെർട്ടിഗോ ഉണ്ട്, വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്, അതുകൊണ്ട് പൂർത്തിയായി. ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടെന്ന്. നമുക്ക് എൻട്രൻസ് ടിക്കറ്റില് ടോയ്സ് അല്ല, ക്രയോൺസ് സംഭവമൊക്കെയാ. അപ്പൊ ക്രയോൺസ് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടാ. ഫേസ് പെയിന്റിങ്ങിന്റെ ക്രയോൺസ് പ്രിയ, നോക്ക്. മിലിറ്ററിക്കാരുടെ പെയിന്റിങ് ഇത് ഇഷ്ടമാവുന്. മിലിറ്ററിക്കാരുടെ ഫേസ് പെയിന്റിങ്. ഏത് കാറ്റിന്റെയാ? അത് വരച്ചു കൊടുക്കാൻ ഇനി പിന്നെ അമ്മ ഇരിക്കേണ്ടി വരും.
ഇതുണ്ടാ നമ്മുടെ എല്ലാ പാരന്റ്സും കിഡ്സും കൂടെ ഒരു ബെസ്റ്റ് ഇന്ററാക്ഷൻ ആണിത്. ഫസ്റ്റ് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ടാണ്. എവിടെ വേദു അവിടെ ആ സാധനം എങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പ്രിയയുടെ ക്രിയേറ്റിവിറ്റി ആർട്ട് സ്കിൽസ് കണ്ടുപിടിക്കുന്നതായിരിക്കും. ചെയ്യോ ആർട്ട്? ആപ്പിളാ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്? പക്ഷെ സംഭവം അടിപൊളിയാട്ടോ. ഞാൻ നന്നായിട്ട് പെയിന്റ് ചെയ്ത് തരാം. ഇത് ഫേസ് പെയിന്റിംഗ് ഒന്നല്ല, ചെയ്തു തരുമോ? ഇത് അതിൽ കാണിക്കുന്നുണ്ടോ കേട്ടോ ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ ചെയ്യണം. 3 കളേഴ്സ് മുക്കി മുക്കി പെയിന്റ് ചെയ്യണം. ഒരു 5 വയസ്സുകാരുടെ സ്കില്ലുണ്ട് കേട്ടോ. പക്ഷെ പ്രിയ ശരിക്കും വരക്കില്ലേ? ഇല്ലേ? വേദന സൂപ്പർ. അവര് പറയുന്ന രീതി ചെയ്യണമെന്നൊന്നുമില്ല, അതൊരു ഗൈഡൻസാ. നമ്മുടെ രീതിയിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതല്ലേ പറ്റുള്ളൂ. ഇപ്പൊ അവരുടെ ഭാഷയിലൊന്നും മനസ്സിലാവത്തുമില്ല. ആർട്ടിന്റെ ഭാഷയില്ല പറയാ. ആർട്ടിന്റെ ഭാഷയില്ല എന്നല്ല, പക്ഷെ അവര് വരയ്ക്കണം കുത്തണം എന്ന് പറയുന്നതിൽ നമുക്ക് കുത്തുവോ എന്താണ് ഇതെന്ത് സങ്കല്പിച്ചാണ് വരച്ചത്? വെറുതെ ഞാൻ നല്ല കളർഫുൾ ആക്കി, അത്രേ ഉള്ളൂ. എന്റെ ഇഷ്ടമുള്ള കളേഴ്സ് ജീവിതം പോലെ തന്നെ ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അവരാരാ ചോദിക്കാൻ? ആരുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തേ വെച്ച് കിഡ്സിന് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആക്ടിവിറ്റിയാണ് ഫാമിലി പക്ക ബോണ്ടിങ്. ഒരു സ്ക്രീൻ ടൈം ഇല്ല, ഒന്നുമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യും. ഇതിൽ ഓൾസോ ബോണ്ട് വിത്ത് പാരൻസ്. ആർട്ടാണ് ഇതുപോലെ പൊട്ടയാണെങ്കിലും അതിനും ഒരു ഭംഗിയുണ്ട്. പിന്നെ മുറ്റയ്ക്ക് എന്നാ മുല്ലയില് അല്ലെന്നാ മുല്ലയില് മണമില്ല. അത് തന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. വേദുനെയാണ് സൂപ്പർ കേട്ടോ. വേദു മുറ്റത്തെ മുല്ലയുടെ ഇപ്പൊ നോക്കാല്ല കറങ്ങുന്നു. വേദു പിടിക്കും. വേദുവിനെ ശരിയാക്കി അമ്മയുടെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതല്ല ഫാൻ്റെ അടുത്തുണ്ട് നോക്ക്. പ്രിയയുടെ ശരിയായില്ല. വേദു സൂപ്പർ അല്ലേ? അടിപൊളി. ഓക്കെ, സോ ടാസ്ക് 1 ഞങ്ങളുടെ ഓക്കെ, പ്രിയയുടെ ഓക്കെ അല്ല. പ്രിയയുടെ ടീച്ചർ വഴക്ക് പറഞ്ഞ പ്രിയക്ക് അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോ അതില് പാസ്സാവോ നോക്കാം. അപ്പൊ ഇത് ഓരോ ക്ലാസ് റൂംസ് ആയിട്ടാണ് അവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓരോ കോൺസെപ്റ്റും കൈ പോഷൻ ഒക്കെ സൗകര്യമുണ്ട്. ടവൽസ് വരെ ഉണ്ട്. അങ്ങനെ 4 ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റി നമ്പർ 2. ഇതെന്താ അടുത്ത ആക്ടിവിറ്റി? വല്ല ഐഡിയ ഉണ്ടോ? ഇത് തലക്കിട്ട് ഒരെണ്ണം കൊടുക്കാൻ. അതാണ് ഇത്ര ഉഷാറ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് തലക്കിട്ട് കൊടുക്കാനാ പറഞ്ഞില്ല. ഇനി ബുദ്ധി ഉപയോഗിച്ച് ഇനി ഞാൻ അപ്പുറത്തെ ടേബിളിലൊക്കെ നോക്കി ചെയ്യും. അത്രേ ഉള്ളൂ. ഇത് കോപ്പിയടി. ഇതാണ് കോപ്പിയടി. അത്രയ്ക്ക് ഇത് എക്സ്പേർട്ട് ആണല്ലോ. ഇത് ക്രയോൺസ് മാർക്കർ മേക്കർ ആണ്. സോ 5 കളർ മാർക്കർ ഉണ്ടാക്കാം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്ഥലത്ത് 5 എണ്ണം വെക്ക്. ഇതിട്ടിട്ട് ഇത് അടിക്കണം. ഓക്കെ, ചുറ്റി വെച്ച് അടിക്കണം. നേരെ അടിക്കണം. അങ്ങനെ എടുത്തിട്ട് പ്രിയ ഇത് അതിന്റെ അകത്ത് ഇങ്കാണ്. ഇത് എടുത്തിട്ട് ഇതിലേക്ക് തൊട്ട് വെക്കുക. ഇത് ബ്രൗണാ. ഇത് ബ്ലാക്ക് റെഡ് വെക്കുക. കയറട്ടെ, കളർ കയറട്ടെ. ഓറഞ്ച് ആട്ടോ അത്. കയറട്ടെ. മതി. ഫുൾ ആവരുത്. ഇനി ഓറഞ്ച് അകത്തേക്ക് ഇടുക. ഓറഞ്ച് ഉണ്ട്. ഇത് ഓറഞ്ചാ. അടക്കണം. അല്ല, ഇനി ബാക്ക് ക്യാപ്പ് വെക്കണം. അതന്നെ ബാക്ക് ക്യാപ്പ്. അത് ഫ്രണ്ടാ. ബാക്ക് ക്യാപ്പ് വെച്ച് അടയ്ക്കുക. അങ്ങനെയല്ല. കറക്റ്റ്. ഒന്ന് ആരോഗ്യത്തിൽ അടിക്ക് പറയാ. ഓക്കെ, ഡൺ. മതി. ഇനി എവിടെയെങ്കിലും ഒന്ന് വരച്ചു നോക്ക് വർക്കിംഗ് ആണോന്ന്. ഏതെങ്കിലും റിസൾട്ട് ഉണ്ടോ? വല്ലവരുടെ ഫാൻ്റെ അടുത്ത് വരയ്ക്കല്ലേ. ഓക്കെ, ഒരു മാർക്കർ ഉണ്ടാക്കി. ഇനി വേദുവിന് കാണിച്ചു തരാം. ഓക്കെ, റൗണ്ട് 2. എല്ലാവരും 100 ഔട്ട് ഓഫ് 100. എല്ലാ മാർക്കറും ഉണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഫാൻ മറക്കല്ലേ. ബാ, നല്ല രസമുണ്ടല്ലേ. കുട്ടികൾക്ക് മാത്രമായിരിക്കും ഇത് ഫണ്ണെന്ന്. അല്ല, ഈ വലിയ കുട്ടിക്കും ഫണ്ണാ. അടുത്ത എന്താന്ന് അറിയില്ലല്ലോ. കപ്പാണ്. എന്നാ പിടിച്ചോ. ഇതെന്താ? അതെ, വേഗം പോയി നിന്നിട്ടുണ്ട് ഓൾറെഡി. അവൻ സ്ഥലം പിടിച്ചു. ഇത് എനിക്കൊന്ന് പ്രോപ്പർ ക്രയോൺസ് ഉണ്ടാക്കുന്ന കേട്ടാ.
പറ്റില്ല. ഇതാണ് സൂപ്പർമാൻ ക്രയോൺ മേക്കർ. എന്താണ് സൂപ്പർമാൻ ക്രയോൺ മേക്കർ. ആദ്യം കളേഴ്സ് സെലക്ട് ചെയ്യണം. എന്താ ഏതെങ്കിലും 3 കളേഴ്സ് എടുത്താ. ഫുൾ എടുക്കാം സ്പൂണിലോ. ഇട്ടോ ആ കുറച്ച് കേട്ടാ. ഇത് അതിലേക്ക് ഇടുക. ഓക്കെ, ഗിൽട്ട് അടിക്കുക. ഇത് വെക്കുക, നന്നായി പ്രസ് ചെയ്യുക. ഇത് റൈറ്റ് തിരിക്കുക. ഇനി ഈ വാല്യൂ തിരിക്കുക. ഇത് 1000 ആവുന്ന വരെ കേട്ടാ. ഇനി ഇത് പമ്പ് ചെയ്യ 1000 ആവുന്ന വരെ കേട്ടാ. ഇനി മതി. ഓക്കെ, ഇനി വാല്യൂ റിലീസ് ചെയ്യാം. ഓക്കെ, ഇനി അത് ബാക്കിലേക്ക് വരുത്തിക്കുക. ഇനി ഇത് തിരിക്കുക. അപ്പുറത്തേക്ക് തിരിച്ചോ. തിരിക്കോ. ഓ, ശക്തിയില്ലാത്ത ഇതാണ് സൂപ്പർമാൻ ക്രയോൺസ്. അതെടുത്തോ, അത് കവറിലിട്ട് കൊണ്ടുപോവാം. ഇനി ക്രയോൺസ് ഉണ്ടാക്കിയില്ല എന്ന് വേണ്ട കേട്ടല്ലോ. ഇതൊക്കെ മെമ്മറീസ് ആയിരിക്കും. വേദു ഗുഡ് ജോബ്. ഗുഡ് ജോബ്. അത് വേദുവിന്റെ, ഇത് അമ്മയുടെ. ഞാൻ സ്റ്റിക്കർ പീൽ ചെയ്ത് സീൽ ചെയ്ത് വെക്കാം. ആക്ടിവിറ്റി എന്താണ്? ഫേസ് പെയിന്റിങ്. അതിനാണ് ഞാൻ അവിടെ കോസ്റ്റ്യൂംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് അമ്മ ശാശനൊക്കെ ചിലപ്പോ ആക്കി തരും. പ്രിയയുടെ ആർട്ടിസ്റ്റിക് സ്കിൽസ് കാണുന്നതായിരിക്കും. ഇത് ഫേസ് പെയിന്റിങ് അല്ലെങ്കിൽ ബോഡി പെയിന്റിങ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓ, ലിയനാർഡോ ഡിക്കാപ്രിയോ കേറ്റ് വിൻസ്ലെറ്റിനെ വരയ്ക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ടൈറ്റാനിക്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ പണം നോക്കും, വരയ്ക്കും. ഞാൻ നിക്കണോ അതുപോലെ കിടക്കണോ ഞാൻ തുണിയില്ലാതെ? എന്റെ മറ്റേ ഒരു മാലയും കൂടെ ഇട്ട് കഴിഞ്ഞാ ആ കേറ്റ് വിൻസ്ലെറ്റ് കിടക്കുന്ന പോലെ ഞാൻ ഒറ്റ കിടപ്പാ. സത്യമായിട്ട് പറയാ, ഐ നെവർ തോട്ട് യു ആർ സച്ച് എ ഗുഡ് ആർട്ടിസ്റ്റ്. സിമ്പിൾ ആണെങ്കിൽ ഇത്രയും വരയ്ക്കണ്ടേ? കാണിച്ചു ചെയ്തു. ഓ, I'm so proud of you. My wife is an artist നെ കൂടെ പറയാല്ലോ. ഇനി എന്നെ വരയ്ക്കോ? സ്പൈഡർമാനെ വരയ്ക്കാൻ എന്നെ വരയ്ക്കാൻ ഒരു ക്യാൻവാസ് തികയില്ല പ്രിയ. ഇല്ല, തികയില്ല. അപ്പയുടെ കയ്യിൽ പെയിന്റ് ചെയ്യണം. ഓക്കെ, അറിയോ പെയിന്റ് ചെയ്യാൻ? അപ്പുറത്ത് നീക്കി തരാം, നമ്മൾ ഡ്രസ്സിലാക്കാം. എന്താ ഞാൻ അമ്മയുടെ മുഖത്ത് വരയ്ക്കും. നമ്മുടെ കയ്യിൽ വേണ്ട. വാ, ഇനി നമുക്ക് ലേറ്റ് ആയി ഫുഡ് കഴിക്കാം. വാ, അപ്പടെ കയ്യിലും ബട്ടർഫ്ലൈ വരച്ചില്ലേ മോൻ? അത് ബട്ടർഫ്ലൈക്ക് വിങ്സ് ഒക്കെ വരച്ചു. വിങ്സ് ആണിത്. ഇത് പ്രിയക്ക് മോഡേൺ ആർട്ടിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ. ഇത് മോഡേൺ ആർട്ടാ അല്ലേ വേദു? ഇതാണ് ബട്ടർഫ്ലൈ. ഇത് ഫൈനലായിട്ട് കുറെ ഫോട്ടോ ഏരിയ ഒക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനുള്ള ഏരിയ ഒക്കെ, ഫോട്ടോ ബൂത്ത് വരെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒരുമിച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. ഇതൊക്കെ കോമൺ ആണ്. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് ഐ തിങ്ക് എവറി ഫാമിലി വിൽ എൻജോയ്. ഭയങ്കര ബോണ്ടിങ് ടൈം ആയിരുന്നു. എങ്ങനെയാ പൈററ്റിന്റെ സൗണ്ട് ഉണ്ടാക്കുന്നത് വേദു? നമ്മുടെ ടിക്കറ്റ് വെച്ചുണ്ടല്ലോ നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഒരു ടിക്കറ്റിന് ഇവരുടെ $250, സോ അറൌണ്ട് $600 ആണെങ്കിൽ അതിൽ $80 നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. സോ ഇത് ഏകദേശം നമുക്കൊരു $600 സാധനങ്ങൾ ഫ്രീ ആയിട്ട് എടുക്കാം. ഞാനൊരു $100 കൂടെ എക്സ്ട്രാ കൊടുത്തു. സോ ഇതൊരു ഫേസ് പെയിന്റ് ക്രയോൺസ്, ഇതവനൊരു മിലിറ്ററി പോലത്തെ ഫേസ് മാർക്കർ, പിന്നെ ഇത് വൈറ്റ് ബോർഡ് മാർക്കർ ക്രയോൺസ്, ഇതെല്ലാം കൂടെ കിട്ടി. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഫാമിലി ഓറിയന്റഡ് സംഭവമായിരുന്നില്ലേ? അതെ, ഞാൻ ആക്ച്വലി ഒരു കപ്പിളിനെ മാത്രം കണ്ടു, കുട്ടികളില്ലാത്ത ഒരു കപ്പിള്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പെയിന്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. സത്യമായിട്ടും യങ് കപ്പിൾ. വിശക്കുന്നില്ല മാഡത്തിന്? സ്ഥലത്തെ തിരക്ക് നോക്ക് നമ്മൾ എത്തിയത്. എന്തായിരിക്കും ഇത്? ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ്. പക്ഷെ വില്ലേജ് വന്നിട്ട് ഒരു ഫാം വിസിറ്റ് ചെയ്ത് പോകാൻ പാടുവോ? ഇല്ല. പശുവിനെ കറക്കാതെ പോകാൻ പാടുവോ? ഒരിക്കലും ഇല്ല. എന്നാ കറന്നോ. ഇന്ന് പശുവിനെ കറക്കാതെ കാണാൻ. പശുവിനെ കറക്കാൻ നമ്മൾ ഫ്ലൈറ്റ് പിടിച്ച് വന്നതാ. അതെ, തായ്വാനിലേക്ക്. ഗൈസ്, ഈ യിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ നമ്പർ 1 കിഡ്സ് ആക്ടിവിറ്റി ഈ ഒരു ഫാമാണ്. നമ്പർ 2 നമ്മൾ പോയ ക്രയോൺ ഫാക്ടറി, അത് ഓൾറെഡി പോയ സ്ഥലമാണല്ലോ. ഇവിടെ
ഭയങ്കര ഒരു സംഭവമാണ്. എല്ലാ ആനിമൽസായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പെറ്റിംഗ് ഫാം പോലെയാണ്. ഇതെനിക്കൊന്ന് കാറില്ലാതെ ഇങ്ങോട്ട് വരാൻ കുറച്ച് പാടായിരിക്കും. സോ ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് വരണമെങ്കിൽ നിങ്ങൾ റെൻ്റ് കാർ തന്നെ എടുക്കുക, കാരണം ടാക്സീസ് കിട്ടാൻ പാടാണ്. ഒരു ഭംഗിയുള്ള ഗ്രാമപ്രദേശമെന്ന് കണ്ടോ. ഇവിടെ അടുത്ത് നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഫാം അവിടെയാണ്, പക്ഷെ അതല്ലാതെ കംപ്ലീറ്റ് സറൗണ്ടഡ് ബൈ മൗണ്ടൻസ് ആണ്. ബീച്ചസും ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്. നമ്മളിതിന് ഈവനിങ് കഴിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീച്ച് സൈഡിലേക്കായിരിക്കും. പക്ഷേ സൂപ്പർ നോ തൈവാൻ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല തൈവാൻ ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലസ് ഇത്രയും അമേസിങ് റോഡ്സ് ആയിരിക്കും ഒട്ടും വിചാരിച്ചില്ല. പ്രിയയുടെ കൊടയും ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ല മാച്ച്. നോക്ക് എന്താ അല്ലേ, എന്ത് പോപ്പുലറാണ്. നമ്മൾ ഇലാനി വന്നിട്ട് ഇത്രയും തിരക്ക് എവിടെയും കണ്ടിട്ടില്ല. ഫുൾ സ്ട്രോളർ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ സൈഡ് മൊത്തം ആൾക്കാരുടെ ക്രൗഡ്. ലയൺസ് ഉണ്ട് കേട്ടോ പ്രിയ. പിന്നെ ഇത് നോക്ക്, ഇത് ശരിക്കുള്ളതാണോ? ശരിക്കുള്ള പ്രിയ തൊടാൻ പാടില്ല. ഇല്ല, ഡിയറിനെ നോക്ക്, ഇതിന്റെ അടുത്ത് വരുന്നു. തൊടടാ, കടിക്കോ? ഷീപ്പാ, തൊട്ടൊന്നും ചെയ്യില്ല. ഇത് ആദ്യമായിട്ട് ഷീപ്പ് അതിന്റെ കർച്ചീഫൊക്കെ കെട്ടി നടക്കുന്നത്. അതിന് വിഷനായിട്ട് ഒന്ന് ഒരെണ്ണം കൊടുക്ക്. അടിപൊളിയല്ലേ പ്രിയ? ഇത് ഈ വൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുത്തുവേ പിന്നെ ഇവിടെ എല്ലാം പെറ്റിംഗ് എന്നുള്ളതാ. ഇത് അടുത്ത ജാക്കറ്റ് തലോട്ട് ഒറ്റ ഉദ്ദല്. വാ, ഓടി വരുന്നു. അത് കണ്ടിട്ടാ പ്രിയ വരുന്ന പോലെ ഉണ്ട്. മറ്റേ എന്റെ ക്രോസാൻഡൊക്കെ ഇരിക്കുമ്പോ ഏത് ബേബീസിന് കൊടുത്താ അതേട്ടാ. വിട്, ബേബി ഷീപ്പിന് കൊടുത്തു. ദേ വരുന്നു ഓടി. ദേ വേദുവിന്റെ അടുത്ത് വരുന്നു ഫുഡിന് വേണ്ടി. അയ്യടീ, കൊടുക്ക്. ബിഗിന് കൊടുക്ക്. വിട്ടോ, മതി, വിട്ടോ. വേദു കൊടുത്താ അതിന്. അയ്യോടാ, എല്ലാം ക്യൂട്ട് ആനിമൽസ് അല്ലേ? അയ്യോടാ, അതിനെ പാല് കൊടുക്കാനേ പാൽക്കുപ്പി വാങ്ങായിരുന്നു. എവിടെന്ന് വാങ്ങും ഞാൻ? അവിടെന്ന് കണ്ടോ? അവിടെന്ന് എല്ലാരും കൊണ്ടുവരുന്ന ആമേനെ കണ്ടാ? വായ വെച്ചു കൊടുക്കണം. ഇനി വായ വെച്ചു കൊടുക്കണം പ്രിയ, എന്നാലേ കഴിക്കുള്ളൂ. പ്രിയനെ പോലെയാ. ഞാൻ 7-Eleven പോയി ചൂടാക്കി ടേബിളിൽ കൊണ്ടുവന്ന് സെറ്റ് ആക്കിയ എന്നാ ഞാൻ കഴിക്കാം. അതൊരു ഭയങ്കര ഇവിടുത്തെ ബോസ് ആണ് കേട്ടോ. അത് ഭയങ്കര ബോസി സംഭവം തോന്നുന്നു. കടിക്കുന്ന ആമയാട്ടാ. സ്നാപ്പിംഗ് ടേർട്ടിലുണ്ട്. എന്റെ അമ്മോ, ടൈഗർ കടിക്കുന്ന പോലെ കടിക്കും. പിന്നെ ദേ വരുന്നുണ്ട് പ്രിയയുടെ അടുത്ത്. എന്റെ അടുത്ത് വരണ്ട. ആമയ്ക്ക് കൊടുത്തോ, ആമ കഴിക്കുമോ നോക്കട്ടെ. വേണ്ട വേണ്ട, വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. നോക്കട്ടെ, കഴിക്കൂലോ. ആമയും കഴിക്കും. ശരി തൊട്ടോ. നിഞ്ച ടേർട്ടിലിന്റെ ഫ്രണ്ടാണിത്. വാ, പ്രിയയുടെ ബാക്കിൽ ഇടിക്കാൻ വരുന്നുണ്ട് കേട്ടാ. കൊടുക്കല്ലേ ഇനി നമുക്ക് ബാക്കിയുള്ളതിന് കൊടുക്കാനുള്ളതാ. പോ, ഇവര് പാലും കൊണ്ട് നടക്കോ ബാക്കില്. അത് പൊക്കി പിടിക്കണം, അല്ലെങ്കിൽ വരും കേട്ടോ. മതി, പോയിക്കോ. കുട്ടിക്കുതിര കോണി അതിന്റെ അടുത്ത് നിന്ന് ഇത് മാനും കുതിരയും ഫൈറ്റ് ചെയ്തു. ഉന്തും, നമ്മളെ തല വെച്ച് ഉന്തും. കാറ്റ് വെള്ളം നിൽക്കും അടുത്ത്. ഇത്രയും മുടിയുള്ളല്ലേ, വേർക്കൂലേ? എന്നെ പോലെ കറക്റ്റ് ആണ്. ദില്ലു ഫാന്റെ താഴെ നിൽക്കുന്ന പോലെ ഉണ്ട്, കറക്റ്റ് ആയിട്ട്. ഗുഡ് ബോയ്. മതി, വിട്ടോ. എന്താ അല്ലേ ഇവിടെ ഇതുപോലത്തെ ഒരു സംഭവം ഇതുവരെ പോയിട്ടില്ലല്ലോ. എന്തൊരു പെറ്റ്. എന്ത് നമ്മൾ വിചാരിക്കും ഇത്ര രാജ്യത്ത് പോയി കഴിഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാലും എന്ത് ഇനിയിപ്പോ എത്ര സ്ഥലങ്ങൾ, എല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാ. ഞാൻ മറ്റേ നാരെ പോയില്ലേ ജപ്പാനില്, അവിടുത്തെ ഡിയർ വന്ന് ഇടിക്കും, കടിക്കും. നമ്മുടെ ജീൻസ് ഒക്കെ കടിക്കും. ഇത് പക്ഷെ ഭയങ്കര കാമാ.
ഇവരുടെ ടൂറിസ്റ്റ് നമുക്ക് തന്നു ഇത് പാൽ ബോട്ടില് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, അവർക്ക് കിട്ടുന്നത് അപ്പൊ പ്രിയക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അവര് തന്നു. ഇതാ പറഞ്ഞത് ആൾക്കാരും അടിപൊളിയാണ്. ഇതിന് കൊടുക്കാൻ വേദുനെ കൊടുക്ക പ്രിയ, വേദുനെ കൊടുക്ക പ്രിയ. സ്പീഡിലാണ് കുടിക്കുന്ന ഇത്, ജെഫ്രി മിൽക്ക് ഷേക്ക് കുടിക്കുന്ന പോലെ ഉണ്ട്. ഒറ്റ വലിയിൽ അയ്യടാ പൊക്കി കൊടുക്കണം എന്നാലേ കഴിക്കുള്ളൂ. വലിയ എലി, വലിയ എലി, ഇത് എലിയാണ്. ഇത് മറ്റേ സാധനം എന്താ പേര്, ചിപ്പക്കാബ്രയാ അങ്ങനെ എന്തോ. നമ്മള് ബാങ്കോക്ക് ഒക്കെ കണ്ടിട്ടില്ലേ, നമുക്ക് സൈസ് നോക്ക്. ഇത് പാവോ തൊട, ഇതിനെ ഭയങ്കര ലേസിയാണ്. ഇത് പ്രിയനെ പോലെ തന്നെയാണ്. വേറൊരു കാര്യം, കണ്ണ് കാണാൻ ഭയങ്കര മോശമാണ്, വിഷൻ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ബാക്കിൽ നിന്ന് തൊടണം, ഇതിന്റെ സൈഡിൽ നിന്ന് തൊടണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ഭയങ്കര ലേസിയാ. കാല് കണ്ട പ്രിയ, വെബ്ഡ് ഫീറ്റ് പോലെയാ, ഡക്കിന്റെ കാല് പോലെയാ. എലിയുടെ കാലം അങ്ങനെ തന്നെയാ. എലിയുടെ കാലം അങ്ങനെയല്ല, പിന്നെ എലിയുടെ കാലം ഇങ്ങനെയാ ശരിക്കുള്ള ഇങ്ങനെ. ഇങ്ങനെ എലിയുടെ കാലം അല്ല അല്ല അല്ല. വേറെ ഡോഗ് കിടക്കുന്ന പോലെ കിടക്കുന്നു താഴെ, ഭയങ്കര സുഖിച്ച് കിടക്കുന്നു. നോക്ക് അയ്യടാ, നോക്ക് എന്താ ഇവിടെ കഴിഞ്ഞ ആമയും റാബിറ്റും ആണോ ഇത്? അല്ല, ഇത് വേറെന്താ ആനിമലാ? എന്താ ഇത്, അറിയില്ല എന്താ ആനിമൽ ഇത്? റാബിറ്റ് അല്ല, എന്താ ആനിമലാ വേദു? നല്ല സോഫ്റ്റ് ഉള്ള ആനിമലാണ്. കാങ്ക്രൂ ഉണ്ടോ? ആ ഭാഗ്യം, നമുക്ക് തൈപ്പേ സൂവില് കാങ്ക്രൂനെ കാണാൻ പറ്റിയില്ല, ഇവിടെ കണ്ട്. കാങ്ക്രൂ അല്ലേ ഇത്? കാങ്ക്രൂ കാങ്ക്രൂ കാങ്ക്രൂന് ആ കൈ വെച്ച് പിടിച്ചു കഴിക്കുന്നത്. നഖമുണ്ട്, മാന്തും. എന്റെ അമ്മ എന്നെ നഖം വെട്ടി കൊടുക്കാറില്ല, അതാ. വേദു എന്നാ പറഞ്ഞ കൂടെ എടുത്തോളെ. താങ്ക് യു പറ. അത് പിടിച്ച് എൻജോയ് ചെയ്ത് കഴിക്കുന്നത് നോക്ക്. ഇത് നോക്ക്, തട്ടിപ്പറിച്ച് കഴിക്കുന്നു. എടാ ഈ ആമയ്ക്ക് ആരും കൊടുക്കുന്നില്ല, ആമയ്ക്ക് കൊടുക്ക്. ഒട്ടുനോക്ക് പ്രിയന്റെ ഷെല്ല്, ശരിക്കും പ്രിയയുടെ മനസ്സ് പോലെ കല്ലാണ്, കല്ല്. ആ തല വന്ന് നോക്കുക എവിടെന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ. നോക്ക് പ്രിയ, എന്റെ മുകളിൽ ഓറഞ്ച് വെച്ചിരിക്കുന്ന നോക്ക്. ഇവിടെ നോക്ക്, വേഗം വാ, ഇവിടെ വാ. ബാലൻസ് ചെയ്യുന്നു. അത് അത്രയും ലേസി. അത് മേളില് പോലും ഓറഞ്ച് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതേക്കില്ല. അത് നോക്ക്, ഓരോ ഓറഞ്ച് എടുത്ത് എന്റെ തലയെ കൊണ്ട് വെക്ക്. ദേ അവിടെ ഓറഞ്ച് ഉണ്ട്, എടുക്ക്. ഇത് ഹോട്ട് സ്പ്രിംഗ് വാട്ടർ ആണ്, നമ്മുടെ ഇലാനിന്റെ മെയിൻ സംഭവമാണല്ലോ. എടുത്തോ, ഒരു ഓറഞ്ച് എടുക്ക്, വെക്ക്. ആ ബോഡി വെക്ക്, അനങ്ങില്ല. എന്താ അല്ലേ, അത് ഭയങ്കര ലേസിയാ വേദു, അത് അനങ്ങില്ല അങ്ങനെ വെച്ചാലും. കഴിഞ്ഞു. ഇത് ഒരാൾക്ക് ഏകദേശം 500 റുപ്പീസാ. പക്ഷെ വേർത്താ അല്ലേ, വലിയ കുഴപ്പമില്ലല്ലോ. അതെ, പിന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ്. അതാ തിരക്ക് നോക്ക്. ഇനി ഇവിടെ കൈ വാഷ് ചെയ്തിട്ട് നമ്മുടെ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഫുഡ് എന്തോ കിട്ടും പറയുന്നു, നോക്കാം. ഓക്കെ, ഇത് ഒരു സ്കാലിയൻ പൊറോട്ടയാണ്. എന്ന് പറയുമ്പോൾ ഗ്രീൻ അണിയൻസ് വെച്ചിട്ടുള്ള ഒരു പൊറോട്ടയാണ്. അതും ഒരു ഡോണട്ടും കിട്ടും. പിടിച്ച പ്രിയ, പിടിച്ച് ഭയങ്കര ചൂട്. യമ്മി ഡോണട്ട് വാങ്ങിക്കോ ചെയ്തു. താങ്ക് യു, ബാ. അപ്പൊ അടിപൊളി കുറെ കിഡ്സ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോകുന്നത് ഒരു ഹിഡൻ ജെമ്മിലേക്കാണെന്ന് തോന്നുന്നു. കുറേ ദൂരമുണ്ട്, ഒരു ലോക്കൽ വില്ലേജിന്റെ അകത്തൊക്കെ പോണം. അവിടെ പോയിട്ട് ഒരു കിഡ്ല സംഭവം ഉണ്ട്, അവിടെ വെച്ച് വ്ളോഗ് അവസാനിപ്പിക്കാം. മിസ് ചെയ്യരുത് കേട്ടോ ആ സ്ഥലം. ഡ്രൈവർ അടിപൊളിയാണോ? അത് കേട്ടാ മതി. പ്രിയ, ഇത് ഈ പാട്ട് കേട്ടോണ്ട് വരുമ്പോ എല്ലാരും വെളിയിലേക്ക് വരും, എന്നിട്ട് ഗാർബേജ് കൊണ്ടിടും. അതിനാണ് ഇത്രയും സൗണ്ട് ആയിട്ട് കേൾക്കുന്നത്. എന്തൊരു ഇതല്ലേ സിസ്റ്റം ആ നോക്ക്. ഇത് അടുത്തത് വരുന്നു, ഭയങ്കര ലൗഡ് മ്യൂസിക് ആണ്. ആയി പറ. ഇത് റീസൈക്ലിംഗ് വേസ്റ്റ് ഇടാൻ. അപ്പൊ നമ്മൾ തന്നെ സെഗ്രിഗേറ്റ് ചെയ്തിടണം. ബോട്ടിൽസും അതൊക്കെയാണ് ഇതിലിടുന്നത്. ചുമ്മാ ഇവിടെ ഒറ്റൊരു ഡസ്റ്റ്ബിനും ഇല്ല, ആ സമയത്ത് എവിടെയും വേസ്റ്റും ഇല്ല.
അതെ, കളയാൻ പറ്റില്ലല്ലോ. ഇവിടെ ആരും വന്ന് കാണില്ല ഉറപ്പാ, കാരണം ഏതോ ഉള്ളിലാണ്, കാറില്ലാതെ വരാനും പറ്റില്ല. ഇതേതോ റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മളുടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ആ കഫേ ആർക്കും വാക്കിൻസ് പോലും കിട്ടില്ല, കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത് കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഉള്ളിൽ ഒരു പോർട്ട് സിറ്റി പോലെ, പോർട്ട് ടൗൺ വില്ലേജ് ആണ്. എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്സിന്റെ ഇടയിലാണ് ഒരു സാധാരണ ഒരു കഫേ ആണ്. കഫേ വല്ല ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ കഫേ, അയ്യോ കഫേ ഇല്ല. ഓഹോ, ചെറിയൊരു വ്യൂ പോയിന്റ് നോക്ക് പറയാ. ബട്ട് ഹൗസ് ദ വ്യൂ. This is an amazing Taiwan എന്ന് പറയില്ലേ guys. Just see how amazing and beautiful Taiwan is. Oh my god, it is so picture perfect, not crowded, beautiful mountains, blue colors, ocean. It is gorgeous. It is so gorgeous. എന്താ വന്ന് നോക്ക്, പറന്നു പോ. ഡ്രോൺ വിടണോ? ആകെ ഓപ്പൺ ആണ് ഈ കഫേ. എന്ത് ക്യൂട്ട് അല്ലെ, ശരിക്കും ഒരു ഫിഷിംഗ് ടൗണിൽ കാണുന്നൊക്കെ രീതിയിലുള്ള ഒരു സ്മോൾ കഫേ. ടെറസിലിരിക്കാൻ പറ്റുമെങ്കിൽ അത്ര അടിപൊളി. എന്തൊരു ക്യൂട്ട് കഫേ ആണ് നോക്ക്. എവിടെ പ്രിയ, എന്ത് ക്യൂട്ട് അല്ലേ, മുകളിലിരിക്കാം, വ്യൂ ഉള്ളത്. ബാ, ഇതൊക്കെ ഇവിടെ അല്ലേ പറ്റൂ കഫേ. എനിക്ക് ഈ ബൾബ്സ് ഇട്ടിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് കോഫിയുടെ നല്ല സ്മെല്ലും ഉണ്ട്. ഫുൾ അസുഖമൊക്കെ പറന്നു, ഫൈബ്രോമയാൽജിയ ഒക്കെ പോയി ആ വഴി. നല്ല വ്യൂ ആണോ എന്നൊക്കെ നോക്കിയിട്ട് പറയാട്ടാ. വേദുപോലെ എപ്പോഴും ഫ്രണ്ടിൽ പോകുന്നേ, ഇതോട്ട് വേദു പറയുന്ന അടുത്ത് മാത്രമേ ഞങ്ങൾ പോവുള്ളൂ. നല്ല വ്യൂ ആ, പക്ഷെ വെളിയില്ല അല്ലേ. ആരുമില്ല, നമുക്ക് കറക്റ്റ് സീ സൈഡ് വ്യൂ. ഓ എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ. ഓഡിയോ തൈവാന്റെ കാര്യം തല കുലുക്കുന്നു വലിയ ആരോഗ്യത്തോടെ. ഇതല്ല, ഇത് നോക്കിക്കോ, പ്രിയയുടെ ബാക്കിലേക്ക് പോകുമ്പോൾ സൺറൈസ് ആ മൗണ്ടൻസിൽ ഹിറ്റ് ചെയ്തിട്ട് നേരെ ഓഷ്യനിലേക്ക്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓഷ്യൻ അല്ലെങ്കിൽ സീന്നുള്ള വെള്ളം ഉണ്ടല്ലോ, ചെറിയ സ്പോട്ട്സ് ആയിട്ട് തെറിക്കുന്ന കാണാം. റോക്സിലേക്ക് അടിക്കാൻ പറ്റും. ഗോർജിയസ്. കുറച്ച് പാം ട്രീസ് പോലത്തെ മരങ്ങളും വാക്ക് വേ. ഇത് ഒരു വാക്ക് വേ പോലെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോലും കാണില്ല ഇത്രയും നല്ല ഒരു ഫെസിലിറ്റീസും ക്ലീനിനെസ്സും വാക്ക് വേസ് ഒന്നും. ഇവരുടെ ഏതൊരു ഗ്രാമത്തിൽ ഉൾഭാഗത്ത് ഒരു ഫിഷിംഗ് വില്ലേജിൽ അധികം ആൾക്കാർ വരാത്ത ഏതൊരു ബീച്ചിൽ വെച്ചിരിക്കുന്ന ഫെസിലിറ്റീസ് നോക്ക്. This is so good. You got this croissant cheese, some Caesar salad പോലത്തെ ഒരു ആപ്പിൾ ഗ്രീൻ സാലഡ്, some mashed potatoes, cold coffee and this. എങ്ങനെയുണ്ട്? സൂപ്പറാടാ. പ്രിയക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബേക്ക്ഡ് സംഭവമാണ്. പ്രിയക്ക് നൂഡിൽസും ഫ്രൈഡ് റൈസിനെയും ഒക്കെ കാട്ടി കൂടുതൽ ഇഷ്ടം, എസ്പെഷ്യലി ഇന്റെ ഈവനിങ് ടൈം അല്ലേ. അതുകൊണ്ട് പെർഫെക്റ്റ് ബേക്ക് ക്രോസാനും കിട്ടും. പ്രിയ റോസ്റ്റ് പോർക്ക് സാൻഡ്വിച്ച്, ഹ്യൂജ് സ്ലാബ്സ് ഓഫ് പോർക്ക്, ചീസ്, ടൊമാറ്റോ ആൻഡ് ലെറ്റസ്. നമ്മൾ ഇന്നത്തെ ഡേ അവസാനിക്കാനായിട്ട് കഫേന്ന് ഇറങ്ങി നേരെ ആ ഒരു ബീച്ചിൽ പോയി. ആരും ഇല്ലാതെ നമ്മൾ നിൽക്കട്ടെ. ഇടയ്ക്ക് പ്രൈവറ്റ് ബീച്ച് ഇൻ തൈവാൻ, യു നോ. വേറെ വല്ലതും കാണും കേട്ടാ. ആ തന്നെ പോകുന്നു. ആ ബീച്ചിലേക്ക് പോകുന്ന വാക്ക് വേ ഞാൻ കണ്ട ഗൈസ്. ഇത് തറയിൽ നമ്മൾ സ്ലിപ്പ് ആവാതിരിക്കാൻ ചെറിയ പെബിൾസ് പോലത്തെ കല്ല് വെച്ചാ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ആ ബീച്ച് ഐ തിങ്ക് ഇറ്റ്സ് എ സർഫിംഗ് ബീച്ചാന്ന് തോന്നുന്നു. ഇതാണ് മൊത്തം കല്ലാണ്, ബ്ലാക്ക് സ്റ്റോൺസ് പോലത്തെ ഒരു ബീച്ചാണ്. നാളെ നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.